വെൽക്കം ടു റിജ്വാൻ PSK ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടക്ഷൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. കണ്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആയിരുന്നു, ഓർമ്മയുണ്ടാവും. ഇക്വേഷൻസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം തന്നെയാണ്. സപ്പോസ് നമ്മളവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റീരിയൽ എടുക്കുന്നു എന്ന് വിചാരിച്ചു. യൂണിഫോം ക്രോസ് സെക്ഷനുള്ള L ലെങ്ത് ഉള്ള ഒരു വയർ, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K ആണെന്ന് വിചാരിക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഹോട്ട് എൻഡ് ആൻഡ് ദിസ് ഇസ് ദ കോൾഡ് എൻഡ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നു. അങ്ങനെ ഹീറ്റ് എനർജി കൊടുത്ത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ, അത് മെൽറ്റിംഗ് റേഞ്ച് ഒന്നും അല്ല കേട്ടോ മക്കളെ. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു സംശയം വരും, നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് പോകില്ലേ. മെൽറ്റിംഗ് റേഞ്ചിന് താഴെ ഒരു ടെമ്പറേച്ചർ, അതായത് അത്രയ്ക്കും ഹൈ ടെമ്പറേച്ചറിലേക്കൊന്നും പോകണ്ട. നമ്മളൊരു മെറ്റൽ റോഡിനെ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ ലെങ്ത് L എന്ന് പറഞ്ഞ പോലെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അങ്ങനെ ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഹീറ്റിംഗ് എത്തിയപ്പോൾ you cannot see after a particular level of heating you can observe that no further heating is possible inside the conductor. പിന്നെ നമ്മൾ എത്ര ഹീറ്റ് ചെയ്താലും അവിടെ കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുൾ കണ്ടക്ടറിനെ കുറേ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള വളരെ ചെറിയ സെഗ്മെൻ്റ് ആണെന്ന് ആലോചിക്കണം, സെഗ്മെൻറ്റുകളായിട്ട് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. എന്താണ് ഒബ്സർവ് ചെയ്തത്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്ത് ഒരു ലെവൽ ഓഫ് ഹീറ്റിംഗ് എത്തിയപ്പോൾ ഫർദർ ഹീറ്റിംഗ് അവിടെ നടക്കുന്നില്ല. എത്ര ഹീറ്റ് ചെയ്തിട്ടും അവിടെ ടെമ്പറേച്ചറിൽ യാതൊരു ഡിഫറൻസും വരുന്നില്ല. ഓർ ദ സിസ്റ്റം റീച്ചസ് എ സാച്ചുറേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെ ആ ഫർദർ ഹീറ്റിംഗ് നടക്കാത്ത ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റിലെത്തി. അപ്പോൾ ഈ സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഫർദർ ഹീറ്റിംഗ് നടക്കുന്നില്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ n നമ്പർ ഓഫ് ഐഡിയൽ സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് ഇപ്പോൾ നമുക്ക് എത്രയായിട്ട് വിചാരിച്ചാൽ മതി? DL ആയിട്ട് വിചാരിച്ചാൽ മതി. ഏരിയയിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, വ്യത്യാസമൊന്നും വരുന്നില്ല. എല്ലാം ഒരേപോലത്തെ n നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് ഇവിടുന്നാണ്, ഈ എൻഡിൽ നിന്നാണ് ഹീറ്റ് കൊടുക്കുന്നത്. ആ ഹീറ്റ് കൊടുക്കുന്ന എൻഡിലെ 1-2 സെഗ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ഇത് ആദ്യത്തെ സെഗ്മെൻ്റാണ്, ഇത് രണ്ടാമത്തെ സെഗ്മെൻ്റാണ്, ഇത് മൂന്നാമത്തെ സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മളാകെ ഒരു 3 സെഗ്മെൻറ്റിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റിലെത്തിയ ഒരു കണ്ടക്ടറിലേക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ കാര്യം, നമ്മൾ ഈ ഓരോ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്താലും, ഇഫ് ഈ അനലൈസ് ഓൾ ദിസ് ഐഡിയൽ ക്രോസ് സെക്ഷൻസ്, ഈ ഓരോ സെഗ്മെൻറ്റിലും അത് ഹീറ്റ് ചെയ്ത് ആ ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ റീജിയനിലെയും ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. സോ അതായത് ഈ ഒരു റീജിയനിലെ ടെമ്പറേച്ചർ അങ്ങനെയാണ് നമ്മളല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് കത്തി കൊണ്ട് മുറിക്കുന്ന പോലെ മുറിച്ച് വെക്കുന്നതല്ല. നമ്മളങ്ങനെ സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം നമ്മൾ ആ ക്രിസ്റ്റലിനകത്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ കണ്ടക്ടർ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഐസോതെർമൽ റീജിയൻസ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റീജിയൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിയ മെറ്റീരിയലിനകത്ത് കുറേ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റീജിയൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, അടുത്ത റീജിയൻ്റെ ടെമ്പറേച്ചർ T2 ആയിട്ട് കാണാം, അതിൻ്റെ അടുത്ത് T3, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ഓർമ്മിക്കേണ്ട കാര്യം T1 ആയിരിക്കും മാക്സിമം, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസർ ടു ദ സോഴ്സ്. T1 ഗ്രേറ്റർ ദാൻ, T2 ഗ്രേറ്റർ ദാൻ, T3 ഗ്രേറ്റർ ദാൻ, T4, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റീജിയനിലുള്ള കുറേ സെഗ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് each and every segment is having different temperature, but temperature of every segment is constant. ഓരോ സെഗ്മെൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ ഈ റീജിയനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ പോയിന്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? T1 ആണ്. പക്ഷേ ആ റീജിയനും തൊട്ടടുത്ത റീജിയനും തമ്മിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ
അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഓരോ റീജിയനിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വേണം. നിങ്ങൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എത്ര ഹീറ്റ് കൊടുത്താലും ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ എൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീജിയനിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ആ ഫസ്റ്റ് റീജിയനിലെ എല്ലാ പോയിന്റിലും ഒരേ ടെമ്പറേച്ചർ അല്ലേ? ഈ ആദ്യത്തെ കഷ്ണം നിങ്ങൾ എടുത്ത് നോക്കി, ആ ഫസ്റ്റ് പീസിനകത്ത് എവിടെ നോക്കിയാലും ടെമ്പറേച്ചർ എത്രയാണ്? T1 ആണ്. അപ്പോൾ ഇതൊരു ഐസോതെർമൽ റീജിയൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റീജിയൻ ആയതുകൊണ്ട്, ഈ റീജിയനിൽ ഈ എൻഡിൽ നിന്ന് ഈ റീജിയനിലൂടെ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര ഹീറ്റ് കൊടുത്താലും ആ കൊടുത്ത ഹീറ്റ് മൊത്തം എവിടെ തന്നെ നിൽക്കും, ഇവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നില്ല? ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫർദർ ഹീറ്റിംഗ് നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഫർദർ ഹീറ്റിംഗ് നടക്കാത്തതിന് കാരണം ഈ സോഴ്സിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഫസ്റ്റ് റീജിയൻ, ആ ഫസ്റ്റ് റീജിയനിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകളിലൊക്കെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, T1 ആണ്. സോ T1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റീജിയനിൽ ഇരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു റീജിയനിലേക്ക് നിങ്ങൾ എത്ര ഹീറ്റ് കൊടുത്താലും ആ ഹീറ്റിന് ഈ എൻഡിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും സെയിം ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുള്ളൂ. പക്ഷേ ഇതിനകത്തെ എല്ലാ പോയിന്റിന്റെയും ടെമ്പറേച്ചർ T1 ആണെങ്കിലും ഫസ്റ്റ് റീജിയനും സെക്കൻഡ് റീജിയനും തമ്മിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇതിന്റെ T1 ഇതിന്റെ T2 ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റീജിയനിൽ നിന്ന് സെക്കൻഡ് റീജിയനിലേക്ക് ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യും. ബിക്കോസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ T1 ആൻഡ് T2 ഇസ് വെരി സ്മോൾ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ T2 ആൻഡ് T3 ഇസ് വെരി സ്മോൾ. അപ്പോൾ T2നും T3ക്കും തമ്മിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് റീജിയനിൽ നിന്ന് തേർഡ് റീജിയനിലേക്ക് ഒരു ചെറിയ ഹീറ്റ് ഫ്ലോ നടക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ഹീറ്റ് കറണ്ട് അവിടെ ഉണ്ടാവും. ഈ ഹീറ്റ് കറണ്ടിനെ, അതായത് സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം ആ മെറ്റീരിയലിനകത്തുണ്ടാവുന്ന ഇന്റർ മെറ്റീരിയൽ കറണ്ടിനെ, അല്ലെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ഇന്റേണൽ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സാച്ചുറേഷൻ കറണ്ട്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പലർക്കും തോന്നാം സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഫർദറായിട്ട് നമുക്ക് അവിടെ ഹീറ്റിംഗ് നടക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടല്ലോ, സാച്ചുറേഷൻ കറണ്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരമാണ് നമ്മൾക്ക് ഇനിയിപ്പോൾ അടുത്ത് നോക്കേണ്ടത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ T1 എന്ന് പറയുന്നത് സാച്ചുറേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്ന മെറ്റീരിയലിനകത്തെ ഫസ്റ്റ് റീജിയന്റെ ടെമ്പറേച്ചർ ആണ് T1. ആ ഫസ്റ്റ് റീജിയനും സെക്കൻഡ് റീജിയനുമായിട്ട് ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറണ്ട് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്. മക്കളെ, കറണ്ട് ഫസ്റ്റ് റീജിയനിൽ നിന്ന് സെക്കൻഡ് റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റീജിയന്റെ ടെമ്പറേച്ചർ കുറയും. സെക്കൻഡ് റീജിയന്റെ ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് എനർജി ഫസ്റ്റ് റീജിയനിൽ നിന്ന് സെക്കൻഡ് റീജിയനിലേക്ക് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ first region will decrease because it loses heat energy, and temperature of the second region will increase because it gains heat energy. അങ്ങനെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. സോ ആ സാച്ചുറേഷൻ സ്റ്റേറ്റിനെ എന്തൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ ആ ഡിസ്റ്റർബൻസിനെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്ത് കളയും. അതായത് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ റീജിയനിൽ നിന്ന് രണ്ടാമത്തെ റീജിയനിലേക്ക് കുറച്ച് ഹീറ്റ് കറണ്ട് പോയാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ആ ടെമ്പറേച്ചർ കുറഞ്ഞാൽ എത്ര ഹീറ്റ് പോയിട്ടാണ്, അതായത് ആ ഹീറ്റ് ഫ്ലോ നടക്കുമ്പോൾ എത്ര ടെമ്പറേച്ചർ കുറയുന്നുണ്ടോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഹീറ്റ് ഫർദർ അബ്സോർബ് ചെയ്യും, ആൻഡ് ഇറ്റ് റിമൈൻസ് ദ ടെമ്പറേച്ചർ അപ് ടു T1. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ റീജിയന് ഹീറ്റ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ റീജിയന് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ T2നേക്കാൾ കൂടും. ബട്ട് ഇറ്റ്സ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഇസ് T2. സോ അതെന്ത് ചെയ്യും? എക്സ്ട്രാ കിട്ടിയ ഹീറ്റിനെ റിലീസ് ചെയ്യും. എവിടേക്ക്? തേർഡ് റീജിയനിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ എവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും? T2ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അപ് ടു ദ എൻഡ് ഓഫ് ദ കണ്ടക്ടർ. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് പലർക്കും, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റീജിയൻ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും വരില്ല. ഇതിന് ഹീറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ഹീറ്റ് എടുക്കും പുറത്തുനിന്ന്. എവിടുന്ന്? സോഴ്സിൽ നിന്ന് കുറച്ച് ഹീറ്റ് എടുത്ത് ടെമ്പറേച്ചർ T1 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് തിരിച്ച് എവിടെ തന്നെ കൊണ്ടെത്തിക്കും? T1 തന്നെ കൊണ്ടെത്തിച്ച് ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചറിൻ്റെ ഒരു മെക്കാനിസം നടക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ആസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ മെറ്റീരിയൽ ഡ്യൂറിങ് ദിസ് സ്റ്റേറ്റ് ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കാണേണ്ടത്, ഇപ്പോൾ കണ്ടക്ഷൻ പറഞ്ഞു,
കണ്ടക്ഷനിൽ ഇനി അടുത്ത് നമുക്ക് കാണേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ചില ടെക്നിക്കുകളും, അതുപോലെ ഒരു ടോപ്പിക് അതങ്ങനെ NCERT കണ്ടു എന്ന് വരില്ല, ബട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് ഈ ഐസിൻ്റെ ഫോർമേഷനെ പറ്റിയിട്ടൊരു തിയറി പോലെ ചിലയിടത്ത് ഡെറിവേഷൻ കാണാറുണ്ട്. നമ്മുടെ നീറ്റിൻ്റെ കോമ്പറ്റീറ്റിലൊക്കെ കാണാം, ജയിലും തോന്നുന്നു. അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദാറ്റ് സെക്കൻഡറി. നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഐസ് എടുത്ത് വയ്ക്കുകയാണ്. ഐസല്ല, വെള്ളം എടുത്ത് വയ്ക്കുക. 0 ഡിഗ്രിയിലാണ് വെള്ളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. 0 ഡിഗ്രിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇതിപ്പോൾ 0 ഡിഗ്രിയാണ്. സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രീസറിലാണല്ലോ, ഫ്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും. സോ അങ്ങനെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള 0 ഡിഗ്രിയിലെത്തി. 0 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഇത് പാത്രത്തിൽ ഐസിൻ്റെ ഫോർമേഷനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഐസ് ഓൺ ദ സർഫസ് ഓഫ് ദ ലേക്ക് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ജനറലായിട്ട് നിങ്ങളവിടെ ഫോർമേഷൻ ഓഫ് ഐസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റേ പോളാർ റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സർഫസ് മൊത്തം എന്താണ്, ആർട്ടിക് സീയുടെയൊക്കെ സർഫസ് മൊത്തം ഐസാണ്. താഴേക്ക് പോകുമ്പോഴല്ലേ വെള്ളം ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നോക്കേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ചെറിയൊരു ലെയർ ഉണ്ടായിട്ടുണ്ടാവും ഐസിൻ്റെ. സമയം ചെല്ലും തോറും ആ ഐസ് ലെയറിൻ്റെ തിക്നെസ് കൂടി ലാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഉണ്ടാവും, ബാക്കി മുകളിൽ മൊത്തം ഐസായിരിക്കും. ആൻഡ് ആഫ്റ്റർ എ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം അതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഐസായിട്ട് മാറിയിട്ടുണ്ടാവും. സോ ആ ഐസിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ ലെവലിൻ്റെ തിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ ലെയർ ഓഫ് അല്ലെങ്കിൽ ദ തിക്നെസ് ഓഫ് ദ ഐസ് ഫോംഡ് ആൻഡ് ദ ടൈം ഓഫ് formation of ice is depending upon the thickness of the water which is kept at the 0 degree. അതെന്താണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് നോക്കിക്കോളൂ. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒന്നുകിൽ ഫ്രീസർ ആയിട്ട് എടുക്കാം. ഫ്രീസർ ആണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും ഒരു -T°C ഇതിപ്പോൾ പോളാർ റീജിയൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചർ, അറൗണ്ട് -20 -30 അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പോയി പരിചയമുള്ളവരുണ്ടാവില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 0 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐസിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം ഈ പാത്രത്തിലുള്ള വെള്ളം മൊത്തം ക്വിക്കായിട്ട് ഐസായി മാറല്ലേ ചെയ്യുക. ആദ്യം ഇതിൻ്റെ ലെയറിൽ ഒരു ചെറിയ തിക്നെസ്സിൽ ഐസ് ഉണ്ടാവും. ഇത്രയും തിക്നെസ്സിൽ ഐസ് ഉണ്ടാവും. ഒരു നമുക്കിപ്പോൾ തിക്നെസ് ഇപ്പോൾ എത്രയായിട്ട് എടുക്കുക, ഒരു DX എന്ന് പറയുന്ന തിക്നെസ്സിൽ ഐസ് ഉണ്ടാവും. ഈ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കിപ്പോൾ A ആയിട്ട് വിചാരിക്കാം. ഇതിലിപ്പോൾ തൽക്കാലം X ലെങ്ത്തിലാണ് വെള്ളം ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. X ലെങ്ത്തിലാണ് വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം DX എന്ന് പറഞ്ഞ തിക്നെസ്സിൽ കുറച്ച് ഐസ് ഉണ്ടായി. അതങ്ങനെ താഴേക്ക് ടൈം ചെല്ലും തോറും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഈ DX എന്ന് പറഞ്ഞ തിക്നെസ്സിൽ ഐസ് ഉണ്ടാവാൻ DT സമയം എടുത്തു എന്ന് വിചാരിക്കുക. സ്മോൾ ഇൻ്റർവെലിന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്മോൾ തിക്നെസ്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് DX DTയും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഐസായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ ബീക്കറിലിരിക്കുന്ന വെള്ളം പുറത്തേക്ക്, അതായത് സറൗണ്ടിങ്ങിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവണം, ഹീറ്റ് എനർജി കൊടുത്തിട്ടുണ്ടാവണം. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അത് റിലീസ് ചെയ്ത ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, DQ = DM × ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. ഫ്യൂഷൻ അല്ല, ഫ്രീസിംഗ് ആണ്, രണ്ടും ഒന്നാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ DQ എന്ന് പറഞ്ഞാൽ ദ ഹീറ്റ് റിലീസ്ഡ് ബൈ വാട്ടർ ടു ഫോം ആൻ ഐസ് ഓഫ്, അല്ലെങ്കിൽ ഐസ് ലെയർ ഓഫ് മാസ് DM എന്ന് പറയുന്ന മാസ്, ഇതിൻ്റെ ടോട്ടൽ ഇതിപ്പോൾ DX തിക്നെസ് ആണെങ്കിൽ ഇതിൻ്റെ മാസ് വരുന്നത് DM ആണ്. അപ്പോൾ DM ആണ് ഈ DX തിക്നെസ്സിൽ DT ടൈം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഐസിൻ്റെ മാസാണ് DM. ഇതാണ് DM. അപ്പോൾ DMനെ നമുക്ക് എന്ത് എഴുതിയാൽ മതി, വോളിയം × ഡെൻസിറ്റി എന്ന് എഴുതിയാൽ പോരെ. ആരുടെ വോളിയം, ഈ കാണുന്ന ഞാൻ ഡാർക്കൻ ചെയ്ത് കാണുന്ന ഇത്രയും ഭാഗത്തിൻ്റെ വോളിയത്തിന് പകരം എന്ത് എഴുതാം, ഏരിയ × DX × ഡെൻസിറ്റി എന്ന് എഴുതി കൂടെ മക്കളെ. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിയിൽ മാറ്റം വന്നേക്കാം, അതുകൊണ്ട് ജസ്റ്റ് റോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അവിടെ ഫോം ചെയ്തിട്ടുള്ള ഐസിൻ്റെ മാസ് നമുക്ക് കിട്ടി. ഈ ഇത്രയും ഹീറ്റാണ് DM എന്ന് പറയുന്ന മാസ് ഓഫ് ഐസ് ഫോം ചെയ്യാൻ ആ വാട്ടറിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പുറത്ത് സറൗണ്ടിങ്ങിലേക്ക് പോയിട്ടുള്ള ഹീറ്റ് എനർജി ഇത്രയാണ്. അപ്പോൾ അവിടെ ഈ DQ എന്ന് പറയുന്നതിനെ നമുക്ക് വേറൊരു തരത്തിൽ കൂടെ എഴുതാലോ. അവിടുത്തെ ഹീറ്റ് കറണ്ട് വിച്ച് ഇസ് ഫ്ലോൺ ഫ്രം വാട്ടർ ടു ദ സറൗണ്ടിങ്, DQ / DT = എത്രയാണ്, KA ∆T എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരണം, ∆T ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. ∆T എന്ന് പറഞ്ഞാൽ
ഇത് ഹയർ ടെമ്പറേച്ചർ ആണ്, ഇത് ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ 0 - -T അത് എത്ര തന്നെയാണ്? T തന്നെയാണ്. ഡിവൈഡഡ് ബൈ എത്ര വരും? എക്സ് എന്നല്ലേ വരുന്നത്. എക്സ് തിക്നെസ്സിലുള്ള വെള്ളത്തിൽ നിന്നാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്? പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയായിട്ട് എഴുതിയാൽ മതി? എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ DQ ദ ഹീറ്റ് കണ്ടക്റ്റഡ് ക്യാൻ ബി റിട്ടൺ ആസ് KAT ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു DT എന്ന് വരും. ഇത് തന്നെയാണ് മുകളിലത്തെ ഹീറ്റ്. സോ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 അത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? DM ഇൻറ്റു L ഇസ് ഈക്വൽ ടു KAT ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു DT. മാസിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു DX ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു L ഇസ് ഈക്വൽ ടു KAT DT ഡിവൈഡഡ് ബൈ എക്സ്. ക്യാൻസൽ ചെയ്ത് കളയാൻ ഏരിയ കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? എന്താണ് കിട്ടുന്നത് മക്കളെ? DT ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? ρL ഡിവൈഡഡ് ബൈ KT. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അവിടെ നിന്നോട്ടെ. ഇൻറ്റു എക്സ് DX എന്ന് വരും. സോ ഇഫ് യു ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, DTനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ DT ഈക്വൽ ടു, ഇത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് നിർത്തിയാൽ മതി, ρL ഡിവൈഡഡ് ബൈ KT ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് DX എന്ന് വരും. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് x² ഡിവൈഡഡ് ബൈ 2. അതായത് ഇൻ്റഗ്രേഷൻ്റെ ജനറൽ ഫോർമുലയാണ്, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവണം. ഇൻ്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1 ഡിവൈഡഡ് ബൈ n+1. മെക്കാനിക്സിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അവിടെ എന്തായിട്ട് എഴുതിയാൽ മതി? DTനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ T കിട്ടും. T ഈസ് ഈക്വൽ ടു ρL ഡിവൈഡഡ് ബൈ KT ഇൻറ്റു x² divided by 2. So we can generalize that the time for the formation of ice is ρL divided by 2 KT into x², which means time is directly proportional to x². ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ, ആവശ്യം വരും. അപ്പോൾ അവിടെ ρL by KT ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആയതുകൊണ്ട് അതിനെ അവിടെ ബ്രാക്കറ്റിൽ നിർത്തിയാൽ മതി. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാലോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ എന്താ എഴുതുന്നു? ഇവിടെ ടൈം ഈക്വൽ ടു ആ ρL by KTനെ മൊത്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് C എന്ന് എഴുതിയാൽ മതി. C ഇൻറ്റു x² എന്നല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, T ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഇനീഷ്യൽ ടൈം ആണെങ്കിൽ അവിടെ ഫോം ചെയ്ത ഐസ് ലെയറിൻ്റെ തിക്നെസ് 0 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ ഐസ് ലെയർ ആണ്. ഇനി T ഈക്വൽ ടു 1 സെക്കൻഡ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര വരും? C into 1² എന്ന് വരും. If T equal to 2 seconds, then x equal to C into 2². T equal to 3, then x equal to C into 3². If T equal to n seconds, then x equal to Cn², which means at time T equal to 0, 1, 2, 3 അവിടെ ഫോം ചെയ്ത ഐസിൻ്റെ തിക്നെസ് നോക്കി നിങ്ങൾ. 1 സെക്കൻഡിൽ, 2 സെക്കൻഡിൽ, 3 സെക്കൻഡിൽ, 4 സെക്കൻഡിൽ, 5 സെക്കൻഡിൽ, 5 അല്ല n സെക്കൻഡ് അല്ലേ, സോറി n സെക്കൻഡിൽ. ഇതിൽ നിന്ന് നമുക്കൊരു ജനറൽ ഫോർമുല ഡിറൈവ് ചെയ്യാലോ. ദ തിക്നെസ് ഓഫ് ഐസ് ലെയർ ഫോംഡ് ഇൻ ദ n സെക്കൻഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ x1, x2, x3 അപ് ടു xn ഇസ് ഈക്വൽ ടു 1², 2², 3², 4² അങ്ങനെ n² വരെ പോകും. ഇത് ആദ്യത്തെ ദ തിക്നെസ് ഓഫ് ഐസ് ഫോംഡ് ഡ്യൂറിങ് n സെക്കൻഡ്സ്. n സെക്കൻഡുകളിൽ ഫോം ചെയ്ത ഐസ് ലെയറിൻ്റെ തിക്നെസ്സിൻ്റെ റേഷ്യോ ആണിത്. ഇനിയൊന്നും ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് സെക്കൻഡിൽ ഫോം ചെയ്തതല്ലേ, ഇതാണല്ലോ ആദ്യത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മൂന്നാമത്തെ സെക്കൻഡാണ്. ഇത് നിങ്ങൾ കേട്ട് ഫെമിലിയർ ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ കേട്ട് പരിചയമുള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത് 4ാമത്തെ സെക്കൻഡ് അല്ലേ, ഇതാണ് ആദ്യത്തെ സെക്കൻഡ്. രണ്ടാമത്തെ 1 സെക്കൻഡ്, മൂന്നാമത്തെ 1 സെക്കൻഡ്, 4ാമത്തെ 1 സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ തിക്നെസ് ഓഫ് ദ ഐസ് ലെയർ ഫോംഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് n സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ n സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. nth സെക്കൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഓരോ 1 സെക്കൻഡിലും ഫോം ചെയ്ത ഐസിൻ്റെ റേഷ്യോ, അതായത് Δx1, Δx1, Δx2, Δx3 അപ് ടു Δxn എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? ആദ്യത്തെ 1 സെക്കൻഡിൽ ഫോം ചെയ്ത ഐസിൻ്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? ഇതിപ്പോൾ 1 അല്ലേ വരുന്നത്, 1c. ഇതാണെങ്കിലോ 4c -
1c 3c വരും. ഇതാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എത്ര വരണം? 1c എന്ന് വരും. രണ്ടാമത്തെ സെക്കൻഡിൽ ഫോം ചെയ്ത ഐസിൻ്റെ തിക്നെസ് വരുന്നത് എത്രയാണ്? 3c ആണ്. മൂന്നാമത്തേലാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 5c എന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് 1 സെക്കൻഡിലാണെങ്കിൽ എത്രയാണ് വരുന്നത്? 7c എന്ന് വരും. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 1:3:5:7:2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഈ KVPY പോലെയുള്ള പരീക്ഷകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. നീറ്റിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഡെപ്തിൽ വന്നില്ലെങ്കിൽ കൂടി KVPY JEE പോലുള്ള കാര്യങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് n സെക്കൻഡിൽ ഫോം ചെയ്ത ഐസിൻ്റെ തിക്നെസ്സും ഇത് nth സെക്കൻഡുകളിൽ ഫോം ചെയ്ത ഐസിൻ്റെ തിക്നെസ്സും. n സെക്കൻഡ് എന്ന് പറയുന്നതും nth സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യത്യാസം ഇപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ മൊത്തം ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 10th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ 9th സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെയുള്ള ആ ഒരു സെക്കൻഡിനെയാണ് നമ്മൾ 10ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അവിടെ നമുക്ക് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന ചില ടെക്നിക്കുകളാണ്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. ഇതിപ്പോൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞത് T = (2kT × t² എന്ന് പറഞ്ഞിട്ടുള്ള x² എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതുപോലെ നമ്മളെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതെന്താ? ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പൊതുവേ ഫോർ ഓൾ ടൈപ്സ് ഓഫ് എക്സാമിനേഷൻസ് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റ് ഓൺ ദ റോഡ്. ഇതെങ്ങനെ ഒരു റോഡ് തരും നിങ്ങൾക്ക്, എക്സ്ക്യൂസ് മീ, ഇങ്ങനെ ഒരു റോഡ് തരും. അപ്പോൾ അതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അതൊക്കെ നമുക്ക് അറിയാം. L ലെങ്ത് ഉള്ളൊരു റോഡ് തന്നു. ആൻഡ് യു ഹാവ് ഗിവൺ ദാറ്റ് ദിസ് ഇസ് ദ ഹോട്ട് എൻഡ് ആൻഡ് കെപ്റ്റ് അറ്റ് T1 Kelvin ആൻഡ് ദിസ് ഇസ് ദ കോൾഡ് എൻഡ് കെപ്റ്റ് അറ്റ് T2 Kelvin. ഇത്ര കാര്യങ്ങളാണ്. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമ്മളോട് K ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. H എന്ന് പറയുന്ന ഹീറ്റ് കറണ്ട് ഈ എൻഡിൽ നിന്ന് ഇപ്പുറത്തെ എൻഡിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും ഫ്രം ദ ഹോട്ട് എൻഡ് യു ഹാവ് ഗിവൺ ദാറ്റ് എറ്റ് എ പോയിന്റ് P എന്ന് പറയുന്നൊരു പോയിന്റ്, എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാണ്? അതെന്തായാലും T1 കുറവായിരിക്കും, T2 കൂടുതലുമായിരിക്കും. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഈ പോയിന്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x ഫ്രം ദ ഹോട്ട് എൻഡ്. അപ്പോൾ ഇതാണ് ഹൈ ടെമ്പറേച്ചർ, ഇത് ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാണ്? ഇതൊരു ജനറൽ ഇക്വേഷൻ. ഇത് ഡെറൈവ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇത് x ആണെങ്കിൽ ബാക്കി വരുന്നത് L - x ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ 2 കണ്ടക്ടേഴ്സായിട്ട് അങ്ങ് വിചാരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ കണ്ടക്ടർ, അതിൻ്റെ ലെങ്ത് എത്രയാണ്? x ആണ്. ഇത് രണ്ടാമത്തെ കണ്ടക്ടർ, അതിൻ്റെ ലെങ്ത് എത്രയാണ്? L - x ആണ്. ഈ 2 കണ്ടക്ടറിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് H തന്നെയല്ലേ മക്കളെ? ഇതേ H എന്ന് പറയുന്ന കറണ്ടാണ് ഇതിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലും ഹീറ്റ് കറണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ഈ എൻഡ് T1 ടെമ്പറേച്ചറിലും ഈ എൻഡ് T2 ടെമ്പറേച്ചറിലും. ഇതാണ് നമ്മൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന പോയിന്റ്. അവിടുത്തെ ടെമ്പറേച്ചർ TU ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 കൂടിയും ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് കറണ്ട് സെയിം ആണ്. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? H ക്യാൻ ബി റിട്ടൺ ആസ് K A ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? T1 - T2 അല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L ആണ്. ഇതേ കാര്യം തന്നെ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ കിടന്നോട്ടെ. ഇനി ഇതേ കാര്യം തന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റും H ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റും H ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ആസ് H ഈസ് ഈക്വൽ ടു, ആദ്യത്തേലാണെങ്കിൽ എന്താ എഴുതും നമ്മൾ? K A ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ എത്ര വരും? T1 - T ഡിവൈഡഡ് ബൈ x എന്ന് വരും. ഈക്വൽ ടു ഇതിൽ വരുന്ന എത്രയാണ്? K A ഇൻറ്റു എത്ര വരും? T - T2 ഡിവൈഡഡ് ബൈ L - x എന്ന് വരും. ഇതും H തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് Tയുടെ വാല്യൂ കണ്ടുപിടിക്കില്ല. അപ്പോൾ Tയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിന് രണ്ടിനെ ഈക്വേറ്റ് ചെയ്തുകൊണ്ട് Tയുടെ വാല്യൂ കിട്ടില്ല. അപ്പോൾ ബെറ്റർ ഈ രണ്ടെണ്ണത്തിൽ ഒന്നുകിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ, അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി? ആദ്യത്തെ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ ഇഫ് യു ഇക്വേറ്റ് വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് നോക്കാം നമുക്ക്.
എന്താ കിട്ടുന്നത് നോക്കിക്കോ, ഇതും H ആണ്. സോ കെ എ ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു, ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇത് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. കെ എ ഇൻറ്റു T1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ക്യാൻസൽ ചെയ്ത് കളയാൻ കെ എ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ബാക്കി എന്താ വരുന്നത്? T1 മൈനസ് T2, ഈ എക്സ് ഇങ്ങോട്ട് വന്നോട്ടാ, ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു എന്താ ബാക്കി നിൽക്കുന്നത് അവിടെ? T1 മൈനസ് ടി മാത്രമല്ലേ നിൽക്കുന്നത്, നമ്മുടെ ഇക്വേഷനായി. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ ക്യാൻ ബി റിട്ടേൺ ആസ്, നോക്കിക്കോ എന്താ ടിയുടെ വാല്യൂ വരുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പറഞ്ഞു നോക്കിയേ. T1 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ആ ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ടി ഇങ്ങോട്ട് വരുന്നു, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. സോ ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് T1 അവിടെ തന്നെ നിന്നോട്ടെ, ഇത് അങ്ങോട്ട് പോകുമ്പോൾ T1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു T1 മൈനസ് T2. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റ്. അതിപ്പോൾ 2 മീറ്ററിലോ 3 മീറ്ററിലോ എന്തായാലും യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്ന്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന ഇക്വേഷൻ നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ജംഗ്ഷൻ റൂളാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിച്ചതിന് ശേഷം കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മളത് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. KBI ഒക്കെ ചോദിക്കാവുന്നല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അത് ഇപ്പോൾ നിങ്ങൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് +2 പോർഷൻസ് ഒന്നും ആവാത്തതുകൊണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്ന ഈ ടെക്നിക്കുകൾ മാത്രം മനസ്സിലാലോചിച്ച് വെച്ചോളൂ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിർച്ചോഫ് റൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ജംഗ്ഷൻ റൂൾ. അതായത് പല കണ്ടക്ടേഴ്സിനെ നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് H, ഇതിലൂടെയൊക്കെ വരുന്ന കറണ്ട് ഇത് H1 ആണ്, ഇത് H2 ആണെങ്കിൽ ഇവിടെ ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് H1 ആണ്, പക്ഷേ അതിൽ നിന്ന് പോകുന്ന കറണ്ട് H1 + H2 ആണ്. അപ്പോൾ എത്ര കറണ്ട് എത്ര ഹീറ്റ് വരുന്നുണ്ടോ അത്രയും ഹീറ്റ് പോകുന്നുണ്ട്. അതായത് ജംഗ്ഷനിലുള്ള ടോട്ടൽ കറണ്ട് 0. സോ ദ ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാം? H ഇസ് ഈക്വൽ ടു H1 + H2. ഇത് നമുക്ക് ആവശ്യം വരുന്നത് ചിലപ്പോൾ ഇത് T ആണ്, അല്ലെങ്കിൽ ഇത് T1 ആണ്, ഇത് T2 ആണ്, ഇത് T3 ആണ്. എല്ലാം ഐഡിയൽ കണ്ടക്ടേഴ്സ്. ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ T തരും. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ജംഗ്ഷൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? Hന് പകരം എന്ത് എഴുതിയാൽ മതി? എല്ലാം ഒരേപോലത്തെ കണ്ടക്ടേഴ്സ് ആണ്. സോ KA ഇഫ്, ഇതിപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, K1 3 ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ്, K1, K2, K3, പക്ഷേ അതിൻ്റെയൊക്കെ ലെങ്ത്തും ഏരിയയൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? K1 × A ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? T1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു K2 × A ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ് വരിക? T മൈനസ് T2 ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും, പ്ലസ് H2 എന്ന് പറഞ്ഞാൽ K3 × A ഇൻറ്റു T മൈനസ് T3 ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഇങ്ങനെ എഴുതിയത് ബുദ്ധിമുട്ടുണ്ടായോ എന്നറിയില്ല. ഇവിടെ ഇപ്പോൾ എല്ലാം ഐഡിയൽ കണ്ടക്ടേഴ്സാണ്, ലെങ്ത്തും ഏരിയയും സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് K1 K2 എന്ന് പറഞ്ഞ് K1 K2 K3 എന്ന് 3 ആയിട്ട് എഴുതിയത്. H ഈക്വൽ ടു H1 + H2 നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എഴുതിയത് നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, കറണ്ട് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും T1 > T അല്ലേ, അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് T1 - T ആയി. ഇനി കറണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ദാറ്റ് മീൻസ് T ഈസ് ഗ്രേറ്റർ ദാൻ T2. അതേപോലെ തന്നെ T ഈസ് ഗ്രേറ്റർ ദാൻ T3. ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാവുന്നൊക്കെ A/L ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബാക്കി എന്താ വരുന്നത് നോക്കിക്കോ? A/L 3 സ്ഥലത്തും കോമൺ ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് എന്താ? K1 × T1 - T ഈക്വൽ ടു K2 × T - T2 പ്ലസ് K3 × T - T3. മക്കളെ, ഇതിപ്പോൾ എല്ലാ കണ്ടക്ടേഴ്സും ഒരേപോലത്തെയാണ്, അല്ലെങ്കിൽ ദേ ആർ മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇഫ് K1 = K2 = K3, ഇതെല്ലാം ക്യാൻസൽ ആയി പോവില്ലേ?
K1 K2 K3 എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താ വരിക? T1 മൈനസ് ടി ഈക്വൽ ടു ടി മൈനസ് T2 പ്ലസ് ടി മൈനസ് T3 എന്ന് വരും. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? എന്താ വരിക? 3T ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് T3 ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻ ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് T3 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇത് ഐഡിയൽ ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ ഉള്ള 3 കണ്ടക്ടേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഓർമ്മിച്ചു. ഇതിനെയാണ് നമ്മൾ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയാം. ഇനി അടുത്ത് ഇതേപോലെ തന്നെ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് വീസ്റ്റൺസ് ബാലൻസിങ്. അതൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഈ KVPY എഴുതാൻ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ മാത്രം പറഞ്ഞു തരാം. ഇതൊക്കെ പ്ലസ് ടുവിലുള്ളതാണ്. വീസ്റ്റൺസ് ബ്രിഡ്ജ് നമ്മുടെ കോമ്പൻഡിയത്തിൽ മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് 4 തെർമൽ കണ്ടക്ടേഴ്സ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് R1, ഇതിൻ്റെ റെസിസ്റ്റൻസ് R2, R3, R4, 4 ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടേഴ്സ്. അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഹീറ്റിൻ്റെ സോഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഹീറ്റിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഇവരുടെ നടുക്കിലായിട്ട് വേറൊരു കണ്ടക്ടറിനെയും കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ഇറ്റ് ബി R5. ഇപ്പോൾ ഇവിടെ 5 റെസിസ്റ്ററുകളുണ്ട് മൊത്തമായിട്ട്. ഈ 5 റെസിസ്റ്ററുകളുള്ളതിൽ ഈ നടുവിലൂടെയുള്ള റെസിസ്റ്റൻസിൽ ഇഫ് ഹീറ്റ് കറന്റ് ത്രൂ R5 ഈക്വൽ ടു 0, ഈ സെൻറ്ററിലൂടെയുള്ള കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ സെൻറ്ററിലൂടെയുള്ള തെർമൽ റെസിസ്റ്ററിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഈസ് നോ ഹീറ്റ് കറണ്ട് ത്രൂ ദ സെൻട്രൽ റെസിസ്റ്റർ ദെൻ R1 ഡിവൈഡഡ് ബൈ R2 ഇസ് ഈക്വൽ ടു R3 ഡിവൈഡഡ് ബൈ R4 ആയിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ പറഞ്ഞോളൂ, R1 ബൈ R2 ഈക്വൽ ടു R3 ബൈ R4 എന്ന് പറയാം, അല്ലെങ്കിൽ R1 ബൈ R3 ഈക്വൽ ടു R2 ബൈ R4. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്, സെൻട്രൽ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും ഇഫ് ദർ ഇസ് നോ കറണ്ട് ത്രൂ ദ സെൻട്രൽ റെസിസ്റ്റർ. പിന്നെ ഇത് വീസ്റ്റോൺസ് ബ്രിഡ്ജ് ആയിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി 5 റെസിസ്റ്റേഴ്സ് ആൻഡ് ഓൾ ദ 5 ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. ഇവിടെ എല്ലാവരും പാരലാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരാൾ പോലും ഇല്ല. ഓൾ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇത് രണ്ടും പാരലാണ്. എങ്ങനെയാണ് നമ്മൾ പാരലും സീരീസും തിരിച്ചറിയുക? തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 2 കണ്ടക്ടേഴ്സ് തമ്മിൽ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആണ്. കറണ്ട് എവിടെയെങ്കിലും ഡിവിഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി പാരലൽ. സോ കറണ്ട് ഡിവൈഡിങ് ഈസ് സീരീസ് കണക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ ഡിവൈഡിങ് ഈസ് കറണ്ട് ഡിവൈഡിങ് ഈസ് പാരലൽ കണക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ ഡിവൈഡിങ് ഈസ് സീരീസ് കണക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ഹീറ്റ് ഇങ്ങോട്ടേക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ 2 പേരും എന്താണ്? പാരലലാണ്. ഇനി ആ കൊടുത്ത ഹീറ്റിലെ ഒരു ഭാഗം എവിടെ എത്തി? ഈ ജംഗ്ഷനിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഡിവൈഡ് ചെയ്യില്ലേ മക്കളെ? അപ്പോൾ ഈ R1ഉം R5ഉം R2ഉം പാരലലായി. ഇനി ഇവിടെ വരുന്ന കറണ്ട്, ഈ ഹീറ്റ് ഇങ്ങോട്ട് വരും, ഈ ഹീറ്റ് ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് R4ിലൂടെ പോകുന്നത്. അതായത് R3ഉം R4ഉം പാരലലാണ്, R3ഉം R5ഉം പാരലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 5 പേര് വേണം, 5 പേരും എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കുകയും വേണം. ഇതൊക്കെ എന്താ പറയുക, KVPYനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇഫ് R1 ബൈ R2 ഈക്വൽ ടു R3 ബൈ R4 ദെൻ ദ സെൻട്രൽ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്താണ്? 0 ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതിൽ പറയാനുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മോഡാണ് കൺവെക്ഷൻ. സോ ലെറ്റ് us go to the details of convection. നമ്മൾ പറഞ്ഞു radiation happens as in radiation process of heat transfer, the heat energy is transferred as electromagnetic wave which never require any material medium and it transfer in infrared wavelength. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കണ്ടക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് മെറ്റലിൽ റേഡിയേഷൻ ആണെങ്കിൽ എല്ലായിടത്തും നടക്കും. ഇറ്റ് ഹാപ്പൻസ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പിന്നെ കണ്ടക്ഷനിലേക്ക് വന്നപ്പോൾ വി ഹാവ് സീൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ മെറ്റൽസ് ഓൺലി അല്ലെങ്കിൽ സോളിഡ്സ് ഓൺലി.
പിന്നെ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വൈബ്രേഷണൽ മോഷൻ ആണ് എന്ത് പോസിബിൾ ആക്കുന്നത്, കണ്ടക്ഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കാണാനുള്ളത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ which involves the translational motion of molecules. എങ്ങനെയാണോ കണ്ടക്ഷനിൽ വൈബ്രേഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതേപോലെ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് മോളിക്യൂൾസ് വഴി അല്ലെങ്കിൽ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, കൺവെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വൽ മൂവ്മെൻ്റ് ഇല്ലല്ലോ, ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്ത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ തന്നെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇറ്റ് ഹാപ്പൻസ് ബൈ ദ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് മോളിക്യൂൾസ്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് സോളിഡ്സിൽ ഈ പരിപാടി നടക്കില്ല. കാരണം സോളിഡ്സിൽ അങ്ങനെ ആക്ച്വൽ മൂവ്മെൻറ്റ് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോളിഡിനെ എന്താക്കി മാറ്റണം, ലിക്വിഡാക്കി മാറ്റണം. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് ആരൊക്കെയാണ്, എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ഈസ് എ ഫ്ലൂയിഡ്. അത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് നടക്കുന്നത് ഗ്യാസിലും പോസിബിളാണ്, ലിക്വിഡിലും പോസിബിളാണ്. പിന്നെ നമ്മൾ കണ്ടക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറേ കൂടെ ഫാസ്റ്റാണ്, എന്നാൽ റേഡിയേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ലോ ആണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടക്ഷനെ പോലെ തന്നെ ഇതിന് എന്ത് ആവശ്യമാണ്, ഇറ്റ് റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഫ്ലൂയിഡ്സിൽ നടക്കും, ദെൻ മെറ്റീരിയൽ മീഡിയം ആവശ്യമുണ്ട്, ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾസ് വഴിയാണ് ഈ പ്രോസസ്സ് പോസിബിൾ ആവുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഗ്യാസിനകത്ത് ഈ പറയുന്ന കൺവെക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളത് നമ്മൾ നോർമലി കാണുന്ന ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. വെള്ളം എടുത്തു, അതിലേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. പക്ഷെ ഒറ്റയടിക്ക് എല്ലാവരുടെയും ടെമ്പറേച്ചർ കൂടുതലല്ലോ ചെയ്യുക. നമ്മൾ ആർക്കാണോ ഹീറ്റ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഹീറ്റിന് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഹീറ്റിന് തൊട്ടടുത്ത് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. അതായത് ഈ ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ ബോട്ടം ലെവലിലുള്ള മോളിക്യൂൾസ്, ആ ബോട്ടം ലെവലിലുള്ള മോളിക്യൂൾസിനാണ് ഈ ഹീറ്റ് എനർജി മൊത്തം കിട്ടുന്നത്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദോസ് മോളിക്യൂൾ വിൽ അബ്സോർബ് ദ ഹീറ്റ് എനർജി ആൻഡ് ദെയർ ടെമ്പറേച്ചർ വിൽ ബി ഇൻക്രീസ്. അപ്പോൾ ഹീറ്റ് കൊടുത്താൽ ഈ അടിയിലിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ഇതേപോലെ തന്നെ തെർമോഡൈനാമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി കുറയല്ലേ ചെയ്യാം മക്കളെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആസ് പെർ ദ ബോയിൽസ് ലോ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അല്ലെങ്കിൽ ബോയിൽസ് ലോ അല്ല ഞാൻ പറഞ്ഞത് തെറ്റിപ്പോൾ, ചാൾസ് ലോ. ആസ് പെർ ദ ചാൾസ് ലോ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ നാച്ചുറലി എന്തിൽ ഡിക്രീസ് വരും, ഡെൻസിറ്റിയിൽ ഡിക്രീസ് വരും. എന്ന് പറഞ്ഞാൽ ഈ ഒരേ ബീക്കറിലിരിക്കുന്ന ഡിഫറെൻറ്റ് ഗ്യാസ് മോളിക്യൂളുകളിൽ ലോവർ ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ ഇരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ ലിക്വിഡ് മോളിക്യൂൾ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ബോട്ടം ലെയറിലിരിക്കുന്ന ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ ഒരേ ടൈപ്പ് ആണെങ്കിൽ കൂടി ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ലിക്വിഡ് മോളിക്യൂൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ. താഴെ ഇരിക്കുന്ന മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി മുകളിലിരിക്കുന്ന മോളിക്യൂൾസിനേക്കാൾ കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും താഴെ ഇരിക്കാൻ പറ്റില്ല. ദേ വിൽ മൂവ് അപ്വേർഡ്സ് ആൻഡ് ഓൾസോ ദേ ആർ ഹാവിങ് ഹൈ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ടു. ഇപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിനെന്തും കൂടുതലാണ്. മേളിലിരിക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കൂടുതലാണ്. സോ ഈ താഴെ ഇരിക്കുന്ന മോളിക്യൂൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, മേലേക്ക് മൂവ് ചെയ്യും ഡ്യൂ ടു ടു റീസൺസ്. ഒന്ന് ലോ ഡെൻസിറ്റി ആസ് വെൽ ആസ് ഹൈ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. അത് നേരെ മുകളിലേക്ക് മൂവ് ചെയ്യും. അത് നേരെ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിരുന്ന സ്ഥലത്തൊക്കെ ഒരു വേക്കൻസി വരും. അതിരുന്ന സ്ഥലത്തൊക്കെ ഇത് ഇത്രയും പേര് മേലേക്ക് വരികയല്ലേ, അത് ഇരുന്ന സ്ഥലത്തൊരു വേക്കൻസി വന്നു. ആ വേക്കൻസി വരുന്ന സ്ഥലത്തേക്ക് തൊട്ട് മുകളിലത്തെ ലെയറിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവില്ലേ മക്കളെ. ഇതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു ലെയർ ഉണ്ടാവണം. ആ ലെയറിൽ ഇതേപോലെ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. സോ താഴെയുള്ള മോളിക്യൂൾസ് മുകളിലേക്ക് പോയപ്പോൾ ദേ ക്രിയേറ്റഡ് എ വേക്കൻസി ആൻഡ് ഇൻ ദാറ്റ് വേക്കൻസി ദ മോളിക്യൂൾസ് ഫ്രം ദ ജസ്റ്റ് ടോപ്പ് ലെയർ ഒക്യുപ്പൈസ്. ഇതാണ് നമ്മൾ കുമിളയായിട്ട് കാണുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോൾ കുമിള വരുന്ന ബബിൾസ് വരുന്ന കണ്ടുണ്ടാവുമല്ലോ. ആ ബബിൾസ് വരുന്ന എപ്പോഴാണ്, ഈ ലോവർ ലെയറിലുള്ള മോളിക്യൂൾ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴാണ് ശരിക്കും ആ ബബിൾസ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും യു ക്യാൻ സീ ഇറ്റ് എവിഡൻ്റ്ലി വെൻ ദ ലിക്വിഡ് സ്റ്റാർട്ട്സ് ബോയിലിംഗ്.
അപ്പോൾ ഇവിടെ ആ ബബിൾസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലോവർ ലെയറിലുള്ള മോളിക്യൂൾസ് മേലേക്ക് പോകുന്ന സമയത്ത് ആ വേക്കൻസിയിലേക്ക് അപ്പർ ലെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടോപ്പ് ലെയറിലുള്ള മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യുന്നതാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്, ഈ പറയുന്ന ബബിൾസ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് വെള്ളം ചൂടാക്കുമ്പോൾ, വെള്ളമല്ല ഏത് ലിക്വിഡും ചൂടാക്കുമ്പോൾ ആ ബബിൾസ് ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ അത് മുകളിലേക്ക് പോയി. അപ്പോൾ രണ്ടാമത്തെ ലെയറിലുള്ള മോളിക്യൂൾ താഴേക്ക് വന്നു. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ താഴേക്ക് വന്ന മോളിക്യൂൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് ആവും. സോ അത് മുകളിലേക്ക് പോകും. തൊട്ടടുത്ത ലെയറിലുള്ള മോളിക്യൂൾസ് താഴേക്ക് വരും. അങ്ങനെ മോളിക്യൂൾസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ബോയിൽസ് ദ ലിക്വിഡ്. ഇത് ലിക്വിഡിൽ മാത്രമല്ല, ഗ്യാസിലാണെങ്കിലും സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. സെയിം പ്രോസസ്സാണ് ഗ്യാസിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക, മണ്ണിൻ്റെ ഒക്കെ ഇപ്പോൾ നല്ല ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലാൻഡാണെന്നുണ്ടെങ്കിൽ ലാൻഡിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കുറവാണ്. സോ ലാൻഡ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നല്ല ചൂടിലാണ്. ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മണ്ണ് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ മണ്ണിൻ്റെ മുകളിൽ എയർ ഉണ്ടാവില്ല, എന്തായാലും അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി അവിടെ അറ്റ്മോസ്ഫിയറിക് എയറിന് 2 അതിൽ കൂടുതലോ ലെയേഴ്സ് ഉണ്ടാവും. ഇതിന് തൊട്ടടുത്തിരിക്കുന്ന മണ്ണിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ. സോ ഇവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർ മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മുകളിലുള്ള ലെയറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും. കാരണം ഈ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഈ ഹോട്ട് മോളിക്യൂൾസ് ഒക്കെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ കോൾഡ് മോളിക്യൂൾസ് ഒക്കെ എങ്ങോട്ടേക്ക് വരും, താഴേക്ക് വരും. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ഈ വെന്റിലേറ്ററും എയർ ഹോളൊക്കെ മേലെ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റൂമിൽ ബോട്ടം ലെയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. കിച്ചൺ ആണെങ്കിലും പിന്നെ നമ്മൾ ലിവിങ് റൂം ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ എയർ ഹോളോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനോ മുകളിലല്ലേ വെക്കുക. ഇപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ലോണം ഹീറ്റ് എനർജി എക്സസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ആ എക്സസ് ആയിട്ട് വരുന്ന ഹീറ്റ് എനർജി മൊത്തം ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? ആ കിച്ചണിന് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന എയർ മോളിക്യൂൾസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ആ എയർ മോളിക്യൂൾസ് എങ്ങോട്ടേ പോവുള്ളൂ, മേലേക്ക് പോകുള്ളൂ. ബിക്കോസ് ദേ ആർ ഹാവിങ് ഹൈ എനർജി, അല്ലെങ്കിൽ ദേ ആർ ഹാവിങ് ലോ ഡെൻസിറ്റി. സോ അത് മേലേക്ക് പോകും. മേളിലേക്ക് പോകുന്ന ആ ലോ ഡെൻസിറ്റി മോളിക്യൂളിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എക്സോസ്റ്റ് ഫാൻ ഉപയോഗിച്ച് ആ പ്രോസസ്സ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി മാറ്റുന്നത്. ഇതേ കാര്യം തന്നെയാണ് റൂമിലാണെങ്കിലും. നമ്മളുടെ ബോഡിയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് മൊത്തം അത് അബ്സോർബ് ചെയ്യും സറൗണ്ടിങ്. ഓക്കെ, ആ സറൗണ്ടിങ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ മേലേക്ക് പോയി. അപ്പോൾ എപ്പോഴും ഒരു റൂം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ റൂമിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ മോളിക്യൂൾസ് എല്ലാം താഴെയും ഡെൻസിറ്റി കൂടിയ മോളിക്യൂൾസ് ഒക്കെ മുകളിലും ഡെൻസിറ്റി കുറഞ്ഞ മോളിക്യൂൾസ് ഒക്കെ താഴെയാണ് ഉണ്ടാവുന്നത് നോർമലി. അപ്പോൾ താഴെയുള്ള മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റി കുറവാണെങ്കിൽ അതിനെന്ത് ചെയ്യും, മേലേക്ക് പോകും. അപ്പോൾ കോൾഡ് മോളിക്യൂൾസ് ഒക്കെ എങ്ങോട്ടേക്ക്, കോൾഡ് ആൻഡ് ഡെൻസർ മോളിക്യൂൾസ് ഒക്കെ താഴേക്ക് വരും. അങ്ങനെയുള്ളൊരു നാച്ചുറൽ കൺവെക്ഷൻ അവിടെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. സോ കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ റൂമിൻ്റെ ബോട്ടം ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റൊക്കെ എന്നെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഗ്യാസ് മോളിക്യൂൾസാണ് അബ്സോർബ് ചെയ്യുന്നത്. സോ അവരുടെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോഴാണ് അതിൻ്റെ അപ്വേർഡ് മൊമെൻറ്റും കോൾഡ് ആൻഡ് ഡെൻസർ മോളിക്യൂൾസിൻ്റെ ഡൗൺവേർഡ് മൊമെൻറ്റും ഉണ്ടാവുന്നത്. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺവെക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കൺവെക്ഷൻ ഹാപ്പൻസ് ബൈ ദ ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾസ്. ആ ആക്ച്വൽ മോഷൻ എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ എക്സോസ്റ്റ് ഫാനിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ നമ്മൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ കൺവെക്ഷൻ്റെ എക്സാമ്പിളാണ്. മഴ എന്ന് പറയുന്ന ഒരു കൺവെക്ഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കാണാനുള്ളത്. ഇനി നമുക്കിതിൽ ബാക്കി വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ ആണ്. ഇന്ന് എന്തായാലും നമുക്ക് തെർമൽ എക്സ്പാൻഷൻ പറയേണ്ട, ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.